My name is Matthew Stephen, practicing chartered accountant in UK, qualified from the Institute of Chartered Accountant in England and Wales. സെൽഫ് പെൻഷൻ ട്രസ്റ്റും സെൽഫ് ഇൻവെസ്റ്റഡ് പെൻഷൻ പ്ലാനും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്താണ്? രണ്ടും യു കെയിൽ ടാക്സ് സേവ് ചെയ്യുന്നതിന് വേണ്ടി പല രീതിയിലുള്ള പെൻഷൻ സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾ യു കെയിൽ ടാക്സ് കൊടുക്കുന്നവരാണെങ്കിൽ അത് ബേസിക് റേറ്റ് ആയിട്ടുള്ള 20%, ഹയർ റേറ്റ് ആയിട്ടുള്ള 40%, അഡീഷണൽ റേറ്റ് ആയിട്ടുള്ള 45% ആണെങ്കിലും ഒരു വർഷം നിങ്ങൾക്ക് 60,000 പൗണ്ട് വരെയും പെൻഷനിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന ടാക്സ് സേവ് ചെയ്യുവാനും വരും കാലങ്ങളിലേക്ക് ടാക്സ് ഫ്രീ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുവാനും ഇതുവഴി സാധിക്കുന്നതാണ്. ഏറ്റവും എളുപ്പത്തിൽ യു കെ ടാക്സ് സേവ് ചെയ്യുന്നതിന് വേണ്ടി പെൻഷനിൽ ഇൻവെസ്റ്റ് ചെയ്യുവാനും ഒരാൾക്ക് ഒരു വർഷം 60,000 പൗണ്ട് വരെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സാധാരണ രീതിയിൽ 2 രീതിയിലാണ് ഇതിനെ കാണുന്നത്. നിങ്ങളുടെ വർക്ക് പ്ലേസിൽ നിന്ന് നിങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നുണ്ടാകാം, അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് സ്റ്റേറ്റ് പെൻഷൻ ഉണ്ടാകാം. ഇതിനും പുറമെ നിങ്ങൾക്ക് പ്രൈവറ്റ് പെൻഷൻ എടുക്കുന്ന രീതി 2 രീതിയിലുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ലിമിറ്റഡ് കമ്പനിയോ മറ്റ് ബിസിനസ്സുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് കുറയ്ക്കുന്നതിനും നിങ്ങളുടെ ടാക്സ് പ്ലാൻ ചെയ്യുന്നതിനും വേണ്ടി ബിസിനസ് തന്നെ നിങ്ങളുടെ പെൻഷനിലേക്ക് ഒരു ട്രസ്റ്റ് വഴി ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് സെൽഫ് അഡ്മിനിസ്ട്രേറ്റഡ് പെൻഷൻ ട്രസ്റ്റ്. ഇതുവഴി നിങ്ങൾക്ക് ബിസിനസ്സിൽ നിന്ന് കോർപ്പറേഷൻ ടാക്സ് കുറച്ച് കിട്ടുകയും നിങ്ങളുടെ പേഴ്സണൽ ടാക്സും ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എല്ലാം കുറയ്ക്കുന്നതിന് വേണ്ടി ധാരാളം പേഴ്സണൽ ട്രസ്റ്റ് നിങ്ങൾ തുടങ്ങുകയും അതുവഴി ആ പേഴ്സണൽ ട്രസ്റ്റ് വഴി നിങ്ങൾക്ക് കൊമേഴ്സ്യൽ പ്രോപ്പർട്ടിയും മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകളും പെൻഷൻ ട്രസ്റ്റ് അനുവദിക്കുന്ന രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുവഴി നിങ്ങൾക്ക് ടാക്സ് സേവ് ചെയ്യുവാനും അങ്ങനെ കറണ്ട് ടാക്സ് പെൻഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പെൻഷൻ ട്രസ്റ്റിനെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിക്കുവാനും സാധിക്കുന്നതാണ്. മറ്റൊരു മാർഗം സെൽഫ് ഇൻവെസ്റ്റഡ് പേഴ്സണൽ പെൻഷൻ പ്ലാനാണ്. ഇതുവഴി നിങ്ങൾക്ക് ഷെയറും സ്റ്റോക്കും സെലക്ട് ചെയ്തും മറ്റൊരാളെ ഏൽപ്പിക്കുന്നതിന് പകരം നിങ്ങൾക്ക് തന്നെ ഇഷ്ടമുള്ള യു കെ ഷെയറോ യു കെ ഫണ്ടോ യു കെ ബോണ്ടോ മറ്റ് രാജ്യങ്ങളിലെ ഷെയറോ എല്ലാം നിങ്ങൾക്ക് പെൻഷനിൽ അനുവദിക്കുന്ന രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും അങ്ങനെ നിങ്ങൾക്ക് എടുക്കാവുന്ന റിസ്കിൻ്റെ ലെവലിൽ നിങ്ങൾക്ക് ഷെയർസിലോ ബോണ്ടിലോ മറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റുകളിലോ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ടാക്സ് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. 2 കാര്യത്തിലും 55 വയസ്സ് കഴിഞ്ഞ് നിങ്ങൾക്ക് 25% ടാക്സ് ഫ്രീ ആയിട്ട് വിഡ്രോ ചെയ്യുകയും അതിനുശേഷം അനുവദിക്കുന്ന രീതിയിൽ റീഇൻവെസ്റ്റ് ചെയ്യുവാനും സാധിക്കുന്നതാണ്. ഇതുവഴി യു കെയിൽ കൊടുക്കുന്ന ടാക്സ് നിങ്ങൾക്ക് പെൻഷനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് വഴി നിങ്ങളുടെ വെൽത്ത് അക്യുമുലേറ്റ് ചെയ്യുവാനും ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ടാക്സ് സേവിങ്ങോടുകൂടി വെൽത്ത് കൂട്ടുവാനും സാധിക്കുന്നതാണ്. യു കെയിൽ ജോലി ചെയ്യുന്നവരും ബിസിനസ് ചെയ്യുന്നവരും പെൻഷൻ ഫണ്ടിനെ ടാക്സ് പ്ലാനിങ്ങിന് വേണ്ടി നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. യു കെ ബിസിനസ്സിനെ പറ്റി ഇതിനോടകം 600-ലധികം വീഡിയോ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നു. എന്നും ഈവനിങ് യു കെ ബിസിനസ്സിനെ പറ്റി, യു കെ ടാക്സ് പ്ലാനിങ്ങിനെ പറ്റി, യു കെ എംപ്ലോയ്മെൻറ്റ് ടാക്സിനെ പറ്റി ഒരു വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നു.